മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ കുട്ടികൾ ആർത്തുല്ലസിക്കാൻ തുടങ്ങി. വിവിധ തരം കളികളിൽ ഏർപ്പെട്ടാണ് കുട്ടികൾ സമയം ചിലവഴിക്കുന്നത്. പഠനത്തിന് അവധി നൽകി പതിവിന് വിപരീതമായി മൊബൈലും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് ആരോഗ്യകരമായ കലാകായിക വിനോദങ്ങളിലാണ് ഇപ്പോൾ കുട്ടികൾ ഏർപ്പെടുന്നത്. ഏതൊരു വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സമയമാണ് വേനൽക്കാലം. കത്തുന്ന വെയിലിൽ കത്തുന്ന ചൂടിൽ നിന്നും അവർക്കൊരു വിശ്രമം നൽകുന്നു. വേനൽ മാസങ്ങൾ വളരെ ചൂടുള്ളതാണ്. എന്നിരുന്നാലും അവധിക്കാലം കാരണം അവർ ശാന്തത കൊണ്ടുവരുന്നതിനാൽ വിദ്യാർത്ഥികൾ അവരെ ഇഷ്ടപ്പെടുന്നു. സ്കൂളിലെയും പഠനത്തിലെയും ഏകാന്തതയും മുഷിഞ്ഞതുമായ ദിനചര്യയിൽ നിന്ന് അത് അവരെ മോചിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായി വേനൽക്കാല അവധിക്കാലം നമുക്ക് പുതിയ കാര്യങ്ങൾ പര്യവേഷണം ചെയ്യാനുള്ള അവസരം നൽകുന്നു. ചിത്രരചന, നൃത്തം, പാട്ട് തുടങ്ങിയ പുതിയ ഹോബികൾ ഈ സമയത്ത് കുട്ടികൾ സ്വീകരിക്കുന്നു. കൂടാതെ മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരുടെയും കൂടെ കഥകൾ കേൾക്കാനും കുട്ടികൾ സമയം ചെലവഴിക്കുന്നു. വേനൽക്കാലം ആഘോഷിക്കാനാണ് കുട്ടികളുടെ തീരുമാനം. വിവിധ തര കളികൾ ഉൾപ്പെടുത്തുന്ന കുട്ടികൾ ബന്ധുവീടുകളിൽ സന്ദർശിക്കാനും സമയം കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ്. ആറുകളിലും തോടുകളിലും പോയി നീന്താൻ പഠിക്കലും, കുറെ കസിൻസിന്റെ വീട്ടിൽ പോയി ഇതുപോലെ മരം കയറി നടക്കലും, ഇനിയും വേറെ വിവിധ തരം കളികളുമായി ഈ 2 മാസം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വേനൽക്കാല അവധിക്കാലം എല്ലാത്തരം വിനോദങ്ങളും നൽകുന്നു. എന്നിരുന്നാലും ഈ വേനൽക്കാല അവധിക്കാലങ്ങൾ ഏറ്റവും അവിസ്മരണീയമാക്കുകയാണ് കുട്ടികൾ. പുതിയ പുതിയ കളികളിൽ ഏർപ്പെടുന്ന കുട്ടികൾ പഴയകാല കളികളിലും ഇപ്പോൾ ഏർപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ഇവിടെ കണ്ട കളികളൊക്കെ ഞങ്ങൾ ഇനി 2 മാസം ഇതേ കളികളാണ് വന്ന് ഞങ്ങൾ ഇവരുടെ വീട്ടിൽ അങ്ങനെയുള്ള മറ്റെല്ലാ വീടുകളിലും പോയി ഞങ്ങൾ ഈ 2 മാസം അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും കുറേ വീടുകളിൽ പോകുന്നുണ്ട്. ഇനിയും ഇതുപോലെയുള്ള പലതരം കളി കളിക്കും. അക്ക് കളിക്കും, സാറ്റ് കളിക്കും, കുളങ്കരയും കുറേ കളികൾ ഞങ്ങൾ കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 2 ദിവസം ഇത് അടിച്ചു പൊളിക്കും. പകൽ വീടുകളും പുഴകളും കേന്ദ്രീകരിക്കുന്ന കുട്ടികൾ സന്ധ്യകളിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ എന്നീ കളികളിലാണ് ഏർപ്പെടുന്നത്. ഇനിയുള്ള 2 മാസങ്ങൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ്. കുട്ടികൾ അപകടത്തിൽപ്പെടാതെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് രക്ഷിതാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത്. എന്നിരുന്നാലും അവധിക്കാലമായ 2 മാസം കളികളിലൂടെയും വിജ്ഞാനത്തിലും വിനോദത്തിലും സമയം ചെലവഴിച്ചും ഈ സമയം തങ്ങളുടേതാക്കാനുള്ള ആഘോഷ തിമിർപ്പിലാണ് കുട്ടികൾ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ 2 മാസക്കാലം അടിച്ചു പൊളിക്കാൻ പോകുന്നത്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.